ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കുഴപ്പം എന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരിക്കുന്നത്. ശാലിനിയുണ്ട്. ശാലിനി, എന്തായാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല, അക്കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു? ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ NEP-യുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. CPI അടക്കമുള്ളവർ എതിർ പറയിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിൽ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ NEP നടത്തുന്ന കാര്യത്തിൽ, അതായത് NEP പൂർണ്ണമായും നടപ്പാക്കുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ആയിട്ടില്ല. പക്ഷേ PM ശ്രീയിൽ ഒപ്പുവെക്കുകയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ്. അതിൽ വേറെ സമ്മർദ്ദങ്ങളോ മറ്റോ ഒന്നുമില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. NEP-യുടെ ഭാഗം തന്നെയാണ് PM ശ്രീയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സംശയങ്ങളടക്കം തീർക്കാൻ ഇത്രയധികം സമയമെടുത്തത്, വൈകിയത് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരെ നേരിട്ട് കണ്ടു. ശേഷം മുൻ സെക്രട്ടറി റാണി ജോർജ് കത്ത് നൽകി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 1476 കോടി 13 ലക്ഷം രൂപ ഒപ്പിട്ടതിലൂടെ സർക്കാരിനും വിദ്യാർത്ഥികൾക്കും ലഭിക്കും. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളിലെ ഒരു രീതിയിലും വിവാദങ്ങൾ ബാധിക്കരുത്, ഇതിനാലാണ് ഈ പദ്ധതിയിൽ ധാരണയായത് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടിയും ഇല്ലാതാക്കില്ല എന്നുള്ളത് ചെറിയ മറുപടി കൂടി CPIക്ക് പറയാതെ പറയുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ PM ഉഷ പദ്ധതിയിൽ അടക്കം ഒപ്പിട്ടിട്ടും NEP-യിൽ മാറ്റം വന്നിട്ടില്ല. കേരളം NEP-യേക്കാൾ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ കേരള പാർട്ടി പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ സ്വന്തമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കും. ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിട്ടാണ് ഈ തീരുമാനം, ഇപ്പോൾ ഒപ്പുവെക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഫണ്ട് തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒപ്പുവെച്ചത്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് CPM. അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങൾ കണ്ടത്. അദ്ദേഹം എന്തായാലും കേന്ദ്രത്തിന്റെ അഭിനന്ദനം നല്ല കാര്യമാണ്, ഒപ്പം തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചത്. ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് PM ഉഷ എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ ഈ PM എന്ന് കാണുമ്പോൾ ആർക്കാണ്, എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഉയർത്തിയ ചോദ്യം. ഒപ്പം തന്നെ ABVP-ക്കാർ വീട്ടിൽ വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ലതിനെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോൾ എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും CPI വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഒരു കാരണവശാലും ഇല്ല എന്നുള്ള ഒരു നിലപാട് കടുപ്പിച്ച് നിൽക്കുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മന്ത്രിസഭയിലെ എതിർപ്പൊന്നും ഇതാദ്യത്തെ സംഭവമല്ല, പല വിഷയങ്ങളിലും അവർ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള മട്ടിൽ പ്രതികരിച്ചത്. എന്തായാലും ചർച്ചകൾ ഉണ്ടാകും, ആ ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. പെട്ടെന്ന് ഒപ്പിട്ടതാണ്, അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് സമയമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ശിവൻകുട്ടി പ്രതികരിച്ചത്. ഒപ്പം തന്നെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിടെ പറയുകയുണ്ടായി. ശാലിനിയിലേക്ക് പോവുകയാണ്. ശാലിനി, എന്തായാലും ABVP അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പെട്ടെന്നെടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഉണ്ടായില്ല. ഈ വലിയ വെല്ലുവിളി CPIക്ക് മുന്നിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കൂ എന്നുള്ള ഒരു വിഷയം ചർച്ചകളിലേക്ക് വന്നു കഴിഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി CPI എന്ത് പറയും അത് നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ആ കാര്യങ്ങൾ തുടരാം. ശാലിനി. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ NEP-യിലെ ചില ആശങ്കകൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുമ്പോഴും മന്ത്രിക്ക് ഇപ്പോഴും പല കാര്യത്തിലും ആശങ്കകളും ആകുലതകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ ചില കാര്യങ്ങളിൽ അത്തരത്തിൽ തന്നെയാണ്. NEP-യിലെ എല്ലാ കാര്യവും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ഒപ്പം തന്നെ നടപ്പിലാക്കില്ല എന്നും പറയുന്നുണ്ട്. അതായത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ PMശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒപ്പുവെക്കുന്ന സമയത്ത് ആ ഒപ്പുവെച്ച് MOUയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് NEPയും നടപ്പിലാക്കും, NEPയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടാണ് PMശ്രീയിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ളതാണ് ആ MOUയിൽ പറയുന്നത്. പക്ഷെ മന്ത്രി പറയുന്നത് അങ്ങനെയല്ല, NEPയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും തീർച്ചയായും ആ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ആ ആശയക്കുഴപ്പത്തിലേക്കൊക്കെ തന്നെ വരാം. ശാലിനി